ധർമ്മസ്ഥലയിൽ മലയാളി പെൺകുട്ടിയുടെ മൃതദേഹം മറവു ചെയ്തിട്ടുള്ളതായി മുൻ ശുചീകരണ തൊഴിലാളിയുടെ തുറന്നു പറച്ചിൽ. മൃതദേഹം കുഴിച്ചിട്ടത് പാറക്കെട്ടുള്ളതിനാൽ പരിശോധനയിൽ അസ്ഥികൾ കണ്ടെത്താനായില്ല. ഭൂപ്രകൃതിയിലുണ്ടായ മാറ്റമാണ് തെരച്ചിലിനെ ബാധിക്കുന്നതെന്നും ആണ് ഇയാളുടെ വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തൽ ശരിയാണെന്ന് പിന്നീട് തെളിയുമെന്നും സാക്ഷി ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സാക്ഷി കാണിച്ചു നൽകിയ 13 സ്പോട്ടുകളിലും മറ്റ് സ്ഥലങ്ങളിലും മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന പൂർത്തിയാക്കി. എന്നാൽ 2 സ്പോട്ടുകളിൽ നിന്ന് മാത്രമാണ് അസ്ഥികൾ കണ്ടെത്താനായത്. തുടർന്ന് സാക്ഷിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമായി. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തൽ. മലയാളി പെൺകുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ട്. ആ സ്പോട്ട് അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ പ്രദേശത്ത് പാറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ അസ്ഥികൾ കണ്ടെത്താനായില്ലെന്ന് സാക്ഷി വെളിപ്പെടുത്തി. ഭൂപ്രകൃതിയിലുണ്ടായ ക്രമാതീതമായ മാറ്റം തെരച്ചിലിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ നായയെ കുഴിച്ചിടുന്നതിന് സമാനമായാണ് പലപ്പോഴും മനുഷ്യരെ കുഴിച്ചിടാറുള്ളത്. ഒരു കുഴിയെടുക്കാൻ സാധിക്കുന്ന എവിടെയും മൃതദേഹങ്ങൾ മറവ് ചെയ്യുമായിരുന്നു. തെറ്റ് തിരിച്ചറിഞ്ഞാണ് മടങ്ങിവന്ന അന്വേഷണം ആവശ്യപ്പെട്ടത്. ഓർമ്മയിൽ നിന്നാണ് ഓരോ സ്ഥലവും കാട്ടിക്കൊടുത്തതെന്നും സാക്ഷി പറഞ്ഞു. വിമർശകർ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും തന്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയുമെന്നും വെളിപ്പെടുത്തൽ. എന്നാൽ രാഷ്ട്രീയ നേതാക്കളുടെ വിമർശനങ്ങളിൽ ഇയാൾ പ്രതികരിക്കാൻ തയ്യാറായില്ല. ന്യൂസ് മലയാളം, ധർമ്മസ്ഥല.